എങ്ങനെയാണ് നമുക്ക് ഒരു സ്ലീവ് കട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ എത്രയാണോ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ എടുത്തത്, അതായത് ആം ഹോള് എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് എത്രയാണോ എടുത്തത് അതിലോട്ട് 3 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഞാനിവിടെ 7 എടുത്തത്. അപ്പോൾ 7 എടുക്കുമ്പോൾ എനിക്കിവിടെ 10 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് 10 കിട്ടിയിട്ടുണ്ട്. 10.5 ഉണ്ടത്, അപ്പോൾ 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ചായിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കുക. ഓക്കെ, 2 ഇഞ്ച് 2 2.5 അത് നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ കൊടുക്കാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു താഴോട്ട് ഒരു 3 ഇഞ്ച് അളവിൽ താഴത്തോട്ട് ഒരു അളവെടുത്തിട്ട് ഇതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടാണ് നമുക്ക് 10 ഇഞ്ചിൽ ഇത്രയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുവരിക. അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതിനോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മളിങ്ങനെയാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ ടോപ്പിന് ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുണ്ടാവുക ആ മോളിൻ്റെ അവിടെ. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താണ് ഒരു ഐഡിയ കാണിക്കുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് അളന്ന് നോക്കും. ഓക്കെ, ഇപ്പം നമുക്ക് കറക്റ്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 10.75 കിട്ടിയിട്ടുള്ളത് അല്ലേ? 10.5 പിന്നെ ഒരു 2 പോയിൻറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10.75 നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതലാണല്ലേ, അപ്പോൾ നമുക്ക് അത്രയും മതി. ഓക്കെ, എന്നിട്ട് നോക്കാം. എന്നിട്ട് ഇവിടുന്ന് ഈ മുകൾ സൈഡിൽ നിന്ന് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അതായത് എനിക്ക് 15.5 ആണ്, അപ്പോൾ 15.5 എനിക്ക് വേണ്ടത്. അതിലോട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ച് നമ്മളൊരു തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കുക. 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാഫ് പോയിൻ്റ് നമ്മൾ ഹാഫ് പോവും, നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ ഹാഫ് പോവും. പിന്നെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് മടക്കി അടയ്ക്കാൻ വേണ്ടിയിട്ട് മടക്കിയാണ്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണ്ട താഴോട്ട് അങ്ങനെ. എന്നിട്ടിത് നമുക്ക് സ്ട്രൈറ്റ് ലൈനാക്കി കൊടുക്കാം. ഓക്കെ, സ്ട്രൈറ്റ് ലൈനാക്കിയിട്ട് വരച്ച് കൊടുക്കാം. എന്നിട്ട് താഴത്തെ വണ്ണം നമ്മൾ എത്രയാണോ വേണ്ടത് അത്രയും. അപ്പം നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ വണ്ണാണ് നമ്മൾ താഴത്തെ ഇതെന്ന് പറയണത്. കണ്ടോ, ഈ ഒരു റൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ റൗണ്ടിൻ്റെ അത് എനിക്ക് വേണ്ടത് 10.5 10.5 വേണ്ടത്. 10.5 ആകുമ്പോൾ നമുക്ക് എത്രയാണ്? 10.5 ആകുമ്പോൾ 10.5യുടെ പകുതി എത്രയാണ്? 5.75 അല്ലേ? 5.75 ആകുമ്പോൾ അതിലോട്ടൊരു 1 ഇഞ്ചും കൂടിയും കിട്ടിയിട്ട് 6.75. ഞാനിവിടെ കുറച്ചും കൂടെ അധികം എനിക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു 7.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ വരച്ച് കൊടുക്കാം. ഷേപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കെയിൽ ഉപയോഗിക്കാം. ഇനി ആ സ്കെയിലില്ലാത്തവർ എന്ത് ചെയ്യാം? സ്കെയിലില്ലാത്തവർ ഇവിടുത്തെ അളവ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇവിടെ നിന്നുള്ളൊരു അളവുണ്ടല്ലോ, ഈ ഒരു സെൻറ്ററിൽ ആ ഒരു അളവ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എത്രയാണോ, എനിക്കിവിടെ 6 ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 7.5 ഒരു 1.5 ഇഞ്ചൊക്കെ നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ട് ഈ ഒരു ലൈനിലൂടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോഴും ആ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ആ സ്കെയിൽ വേണം എന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വരച്ച ലൈനിലൂടെ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഈസി ആണല്ലേ? ഈസി ആയിട്ട് ആർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ തയ്യൽ. ഇപ്പോൾ തയ്യലിന് ഒരുപാട് ചാർജൊക്കെ വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് തന്നെ തയ്ച്ചാൽ എന്താണ് പെട്ടെന്ന് കാര്യം കഴിയും. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ സെൻറ്റർ ഇതാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ജസ്റ്റ് ഒന്നൊരു ടെക്കിട്ട് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് അടിക്കണ ടൈമിൽ കുറച്ചും കൂടി ഈസി ആകും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിലൊരു മെത്തേഡും കൂടി ഉണ്ട്. ഫ്രണ്ട് സ്ലീവ് എങ്ങനെയാണ്
അവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അതും കൂടി പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഇതിൽ കട്ട് ചെയ്യുന്നില്ല, കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ലൈനിങ് പീസാണ്. അപ്പം മറ്റേതിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ, നല്ല പീസിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇവിടുന്ന് ഇതിൻ്റെ പകുതി എത്രയാണ്, അപ്പോൾ നമ്മളിവിടെ എത്രയായിരിക്കും, 10 ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 5.25 നമ്മളെന്ത് ചെയ്യാം, പകുതി ഒരു 1/2 ഇഞ്ച് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിലോട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെറിയൊരു ടക്ക് ഇട്ട് കൊടുത്താലും എന്താണ് നമുക്ക് മനസ്സിലാവും ഇതാണ് ഫ്രണ്ട് പീസിലോട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. ഇത്രയും ഈസിയാണ്. ഇപ്പോൾ ഞാൻ ഇത് ലൈനിങ് പീസ് ആയതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യാത്തത്. ഓക്കെ, ബൈ.